സെൻട്രില്ല ഭാഗം 1. പണ്ടൊരിടത്ത് ധനികനായ ഒരു വ്യാപാരി ജീവിച്ചിരുന്നു. പെട്ടെന്നൊരു നാൾ അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി. മാരകമായ എന്തോ രോഗം ബാധിച്ച അവർക്ക് തൻ്റെ അന്ത്യമടുത്തുവെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർ തൻ്റെ ഏക മകൾ എല്ലായെ കിടക്കക്കരികിലേക്ക് വിളിച്ചു. പൊന്നുമോളെ, നല്ലവളും താഴ്മയുള്ളവളും ഭക്തിയുള്ളവളുമായി വളർന്നു വരിക. അങ്ങനെയെങ്കിൽ നല്ലവനായ ദൈവം നിന്നെ എപ്പോഴും കാത്തുകൊള്ളും. സ്വർഗത്തിൽ നിന്ന് അതെല്ലാം നോക്കിക്കൊണ്ട് എപ്പോഴും ഞാൻ നിന്റെ അടുത്തൊക്കെ തന്നെ കാണും. അതും പറഞ്ഞ് അവർ എന്നേക്കുമായി കണ്ണുകൾ അടച്ചു. അവരുടെ അതിസുന്ദരിയായ കുരുന്നിനെ വിട്ടവർ യാത്രയായി. എല്ലാ ദിവസവും തൻ്റെ അമ്മയുടെ കുഴിമാടത്തിലെത്തി അവൾ കണ്ണീർ വാർക്കും. അമ്മ പറഞ്ഞതുപോലെ അവൾ നല്ലവളും വിനയമുള്ളവളുമായി വളർന്നു വന്നു. അങ്ങനെ മഞ്ഞുകാലം വന്നു. മഞ്ഞിൻ്റെ നേർത്ത പാളി കുഴിമാടത്തെ മൂടി. എന്നാൽ പിന്നീട് വന്ന വസന്തകാല സൂര്യൻ മഞ്ഞുപാളികളെ ഉരുക്കിക്കളഞ്ഞപ്പോൾ എല്ലായുടെ അച്ഛൻ 2 പെൺമക്കളുള്ള മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. പെൺമക്കളോടൊപ്പം രണ്ടാനമ്മ എല്ലായുടെ വീട്ടിലേക്ക് പാർക്കാൻ വന്നു. അവർ ഒരു പൊങ്ങച്ചക്കാരിയും വളരെ ദുഷ്ടസ്വഭാവമുള്ളവളും ആയിരുന്നു. അവരുടെ മക്കളാകട്ടെ സൗന്ദര്യവതികൾ ആയിരുന്നുവെങ്കിലും കാപട്യമുള്ളവരും കറപിടിച്ച കറുത്ത ഹൃദയമുള്ളവരും ആയിരുന്നു. അതോടെ പാവം എല്ലാവരുടെ ജീവിതത്തിലെ ചീത്തക്കാലം ആരംഭിക്കുകയായിരുന്നു. എല്ലാ വളരെ സുന്ദരിയായതുകൊണ്ട് രണ്ടാനമ്മയ്ക്കും മക്കൾക്കും അവളെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഈ പൊട്ടിപ്പെണ്ണിനെയും നമ്മോടൊപ്പം സൽക്കാരമുറിയിൽ ഇരുത്തണോ? ഒരിക്കൽ അവർ ചോദിച്ചു. അപ്പം തിന്നേണ്ടവർ അത് തന്നെത്താൻ പ്രയത്നിച്ച് കണ്ടെത്തിക്കോണം. നീ അടുക്കളപ്പണിയൊക്കെ ചെയ്ത് അവിടെ എങ്ങാനും ഇരുന്നോളണം, അവർ പറഞ്ഞു. അവർ അവളുടെ നല്ല വസ്ത്രങ്ങളെല്ലാം കവർന്നെടുത്തു. എന്നിട്ട് അവൾക്ക് നരച്ച മെത്തവിരിപ്പും തടിച്ച ചെരുപ്പും കൊടുത്തു. ദാ അഹങ്കാരിയായ രാജകുമാരിയെ നോക്കിക്കേ, അവൾക്ക് എത്ര വിശിഷ്ടമായ വേഷഭൂഷാദികളാണെന്നു. അവർ അലറി വിളിച്ചും അലറിച്ചിരിച്ചും കൊണ്ടും അവളെ അടുക്കളയിലേക്ക് നയിച്ചു. അതോടെ അവളുടെ ജീവിതം അടുക്കളയിലായി. പകലന്തിയോളം കഠിനമായ പണി തന്നെ. അതിരാവിലെ ഉണർന്ന് തീ കത്തിക്കണം, എന്നിട്ട് ആഹാരം പാകം ചെയ്യണം, വെള്ളം കോരണം, നിലം തുടയ്ക്കണം എന്ന് വേണ്ട ശ്വാസം വിടാൻ കൂടി സമയമില്ലാതെ പണിയോട് പണിയാണ്. ഇതുകൂടാതെ സഹോദരിമാർ അവളെ മാനസികമായും പീഡിപ്പിച്ചു. അവർ അവളെ എപ്പോഴും കളിയാക്കി. പയർമണികളും ധാന്യങ്ങളും ചാരത്തിലിട്ടു. വളരെ സമയമിരുന്ന് കഷ്ടപ്പെട്ട് അവയെല്ലാം പാറ്റിപ്പെറുക്കി എടുക്കേണ്ടി വന്നു. അവിടെ പണിയെടുത്ത് കഷ്ടപ്പെടുന്ന അവൾക്ക് തല ചായ്ക്കാനാണെങ്കിൽ ഒരു കിടക്ക് പോലുമില്ല. അടുപ്പിനരികിലെ ചാരക്കൂനയിൽ ഒരു കീറത്തുണിയിലാണ് അവളുടെ ഉറക്കം.